കേസുകളിൽ പ്രതിയാണ് ക്ഷേത്രപൂജാരി ആലപ്പുഴ നൂറനാട് സ്വദേശിയായ അമ്പിളി രാജേഷ്. ഇയാൾക്കൊപ്പം ഇയാളുടെ സുഹൃത്ത് പത്തനംതിട്ട പള്ളിക്കൽമുറി സ്വദേശി സുമേഷിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അഞ്ചൽ വടമൺ വഞ്ചിമുക്കിൽ വെച്ച് വടമൺ സ്വദേശിയായ സുജീഷിനെ കാറിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പൂജാരി അമ്പിളി രാജേഷ് 6 മാസങ്ങൾക്ക് മുൻപ് വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായിരുന്നു. എന്നാൽ പൂജാരിയുടെ ചില ക്രമക്കേടുകൾ ക്ഷേത്രം ഭാരവാഹിയായ സുജീഷ ക്ഷേത്രം ഭരണസമിതിയിൽ ഉന്നയിച്ചു. മേൽശാന്തി അമ്പിളി രാജേഷിനെ ക്ഷേത്രത്തിൽ നിന്നും പറഞ്ഞുവിട്ടു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാജേഷും സുഹൃത്തുക്കളായ മറ്റു 3 പേരും ചേർന്ന് കാറിലെത്തി സുജീഷിനെ ഓടിച്ചിട്ട് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വെട്ടേറ്റ സുജീഷ് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആക്രമണം നടക്കുന്ന അന്നു രാവിലെ തന്നെ സുജീഷിനെ തിരക്കി സുജീഷിന്റെ വീട്ടിൽ 2 തവണ അമ്പിളി രാജേഷും സുഹൃത്തുക്കളും ചെന്നിരുന്നു. എന്നാൽ സുജീഷിനെ കാണാൻ പറ്റിയില്ല. ഇതിനെ തുടർന്നാണ് വടമൺ വഞ്ചിമുക്കിൽ വെച്ച് ആക്രമിച്ചത്. വെട്ടേറ്റ സുജീഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാജേഷിനെതിരെ നൂറനാട് ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 3 ക്രിമിനൽ കേസുകളുണ്ട്. പിടിയിലായ സുമേഷ് കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ആളാണ്. ഇയാളുടെ പേരിലുള്ളത് 9 ക്രിമിനൽ കേസുകളും. സംഭവത്തിൽ അഞ്ചൽ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തത്. പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജേഷിനെയും സുഹൃത്ത് സുമേഷിനെയും ആലപ്പുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കൂട്ടാളികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൃത്യത്തിന് ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.